3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പടമാണ്. ഉണ്ണിമായാണ് ആക്ച്വലി ലവ്ലി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. മാത്യുവിന്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റി എനിക്ക് നല്ലൊരു കംഫോർട്ടായിരുന്നു. ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ചു നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം. അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് കൂടി ആലോചിക്കും. ഒരു 3D ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ചെറുപ്പം മുതൽ 3D സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റുക. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷ് ചേട്ടൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതിൽ 3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ എന്താ വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു 3D പടത്തിന് വേണ്ടി 3D ആക്കിയതല്ല. ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷകരിട്ട് എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനുമാണ് നമ്മൾ 3D ആക്കിയത്. അപ്പം എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പേടി ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംസാരിക്കുന്നുള്ളൊരു ഈച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടപ്പോൾ. പിന്നെ ഈ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടീമാണല്ലോ. ദിലീഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, ആഷികേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ പോകും ഈച്ച. പിന്നെ ഉണ്ണിച്ചേച്ചി എനിക്കെപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു. നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പടന്നുണ്ട് മനസ്സിലാക്കണം. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. ഇതിന് ഒരു ഇപ്പം നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു ഒറ്റൊരു കേസാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സബ് ടെസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പം ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇതൊരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പടമാണ്. ഇതൊരു 13+ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അല്ലാതെ ഇതൊരു നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രമെന്ന അവകാശവാദമില്ല. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെന്റ് വെച്ചൊരു കേസിലകത്ത് പോയി എന്ന് വേണേൽ പറയാം. പക്ഷേ അതിൻ്റെ മറ്റുള്ള സപ്പോർട്ടുകൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാധനത്തിലേക്ക് വരൂ. നമ്മളിതിനെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ ഒരു പൊതുധാരണയുണ്ട്. അതല്ല, അഡൾട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം. അല്ലാതെ നമ്മളൊരു പൂർണ്ണമായ ഒരു ഫാന്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും. അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കണ്ടന്റിലേക്ക് പോയത്. ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഐഡിയയാണ്, ഒരു ഷോർട്ട് ഫിലിം ഐഡിയ. അപ്പോൾ ആ ഐഡിയയിൽ ആ കഥയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അപ്പം പുള്ളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഹൗസ് ഫ്ലൈ ആയിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റേണ്ടെന്ന് വെച്ചു. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഈച്ചയാണ്. ഒരുപക്ഷെ ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും, മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ ഈച്ച ഉറങ്ങും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജനറ്റിക് ക്ലോക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്ക് എപ്പോഴും കാണാവുന്ന വിസിബിളായിട്ട് കാണാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസ്റ്റക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഈച്ചയിലേക്ക് ലാൻഡ് ചെയ്തോന്നുള്ളൂ. നമ്മുടെ ഈ 3Dയിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമുക്ക് യൂസർ ആൻഡ് ടെസ്റ്റുകളുണ്ട്, അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത് ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് അയച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിക്കൊണ്ടിരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തീരുന്നില്ലായിരുന്നു ആദ്യമായിട്ടാണ്. പിന്നെ ഫൈനലി നമുക്ക് ഏകദേശം ഒരു സമയം വന്നത് ഇപ്പോഴാണ്. പിന്നെ ഒരു തിയേറ്റേഴ്സും നമ്മുടെ ഒരു ഡേറ്റൊക്കെ ഒരു വെക്കേഷൻ ടൈമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ദെൻ നമ്മളൊരു 16th ലാൻഡ് ചെയ്തു. ആക്ച്വലി ഉണ്ണിമായാണ് ലവ്ലി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ഉണ്ണിമായ തന്നെ പ്രസൻസിലുണ്ട്. ഉണ്ണിമായാണ് ഉണ്ണിമയുടെ ഫീച്ചേഴ്സും ഉണ്ണിമയുടെ ടോക്കിംഗ് സ്റ്റൈൽസ് ഒക്കെയാണ് നമ്മൾ അതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് നമ്മൾ ശിവാംഗി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തിട്ടുള്ളത്. ശിവാംഗി കൃഷ്ണകുമാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് കുറച്ച് ഏജ് വൈസ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആസ് എ ഉണ്ണിമായാണ് നമ്മുടെ റെഫറൻസ് ക്യാരക്ടർ ലവ്ലിയുടെ. എല്ലാ ഷോട്ടുകളിലും ഉണ്ണിമായ അഭിനയിച്ച് അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് വെച്ചിട്ടാണ് ലവ്ലി അനിമേറ്റ് ചെയ്തിരിക്കുന്നത്. കുമ്പളങ്ങ ഹൈറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഹോം ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് ലവ്ലി. അപ്പോൾ ഈ ക്രൂവിൻ്റെ ഒപ്പം തന്നെ മാത്യുവിൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റി എനിക്ക് നല്ലൊരു കംഫോർട്ടായിരുന്നു. പിന്നെ ആഷികേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഉണ്ടായി, കൂളായിരുന്നു. അല്ല, എനിക്ക് എക്സൈറ്റിംഗ് ആകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അബൌട്ട് ദ സീൻ ആൻഡ് ദ ക്യാരക്ടർ.
അത്രേ നോക്കുന്നുള്ളൂ സത്യത്തിൽ. ലവ്ലി, ഞാൻ ഭയങ്കര അനിമേഷൻ പടങ്ങൾ കാണുന്ന, എനിക്ക് അനിമേഷനോട് ഭയങ്കര ക്രേസാണ് ആക്ച്വലി. അപ്പോൾ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ച് നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുള്ളാണ്. കുട്ടി സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അനീഷ് കുട്ടി സാർ. അപ്പോൾ ദിലീപ് പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് എന്നാണ്. സാറ് ഡാഡി, ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ നർച്ചർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം ഹെൽപ്ഫുള്ളായി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ സ്ക്രീനിലില്ല, എനിക്കറിയാം ഞാൻ സ്ക്രീനിൽ ഉണ്ടാവില്ല എന്നുള്ളത്, പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ആ പ്രോസസ്സിന്. അപ്പോൾ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി, കുട്ടി സാറിൻ്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഒത്തിരി ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം പടം ആൾക്കാർ കാണണമല്ലോ. എൻ്റെ ക്യാരക്ടർ ഞാൻ അതിൽ മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട വരുവാണ്. അതും ആ ക്യാരക്ടറും ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും, പക്ഷെ വേറെ വഴിയില്ല. അവർക്ക് അവരുടെ സർവൈവലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിലെത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആവുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ചില വാക്കുകൾ സീക്രട്ട് ആയിട്ടല്ലേ പറയത്തുള്ളൂ, നമ്മൾ ഉറക്കെ പറയില്ലല്ലോ ഇപ്പോഴും. അപ്പം അതൊക്കെ മാറേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ VCR അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ദിലീഷ് ചേട്ടൻ ഇതിന് മുന്നേ ഉള്ള തമാർ പടാർ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ. വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു. ഐ മീൻ നമുക്ക് ഇങ്ങനെ മിലിന്ദാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം നമ്മൾ കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ആഷിക്കേട്ടനുണ്ട്, മാത്യു ഉണ്ട്, ടീമുണ്ട്, പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ബജറ്റ് എന്തായാലും കുഴപ്പമില്ല, വേർത്താണെന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആക്ച്വലി ഇതിനകത്ത് എന്ത് തന്നെ വന്നാലും അത് ഇവരുടെ വർക്കിനുള്ള വേർത്തായിട്ടുള്ള എഫക്റ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളുടെ അടുത്തൊരു ഈച്ച അവിടെ പോകുന്നു ഇവിടെ പോകുന്നുണ്ട്, നമുക്ക് ആ എക്സ്പ്രഷൻ ഇടാൻ പറ്റുമോ? നമ്മൾ അവിടെ നോക്കി ഇവിടെ നോക്കി അവസാനം അത് കോങ്കണ്ണായി പോകും. മാത്യു വളരെ കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് പുറത്തു വന്നു. എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഡെലിവറി എന്നുള്ള വാക്ക് എൻ്റെ വായിൽ വരും, ആ പ്രശ്നത്തിൻ്റെ അകത്ത്. എന്തായാലും ഈ ഡോക്ടറുടെ ഈ ഡെലിവറി സക്സസ് ആയി നമുക്ക് വിശ്വസിക്കാം. അത് സക്സസ് ആയി കുട്ടി നല്ല രീതിയിൽ വളരുമോ എന്നുള്ളത് ഇനി നാട്ടുകാരെ നോക്കണം. ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഡെലിവറി ചെയ്ത് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടീനെ തന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം. അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് കൂടി ആലോചിക്കും. ഓക്കെ, ഡോക്ടർ എപ്പോഴും പറയുന്നതാണ് ഞാൻ അവിടെ സർജറി ചെയ്യട്ടെ എന്നാലും ഇവിടെ ബാറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവേ. അളിയ അങ്ങനെയൊന്നും പറയല്ലേ. അവസാനം അവിടെ കണ്ണൂർ പോകുമ്പോൾ നാട്ടുകാരെന്നെ പഞ്ഞിക്കിടും, ഞാൻ മൊത്തം ബില്ല് കൂട്ടിയിടാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വളരെ തുച്ഛമായ രീതിയിൽ ഡെലിവറി നടത്തിക്കൊണ്ടുവന്ന ഒരു സാധാരണ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ. ഇതെനിക്കൊരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. ഞാൻ ആഷിഖ് ഭായ് എന്നോട് പറഞ്ഞേ ഒരു ദിവസം ഡോക്ടറെ ജയിലിൻ്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു ആഷിക്കട്ടെ ഇത് അഭിനയിക്കാൻ നിന്നാൽ നാളത്തെ ബാറ്റ് മുടങ്ങും. പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട, അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം, ഡോക്ടർ ധൈര്യമായിട്ട് പോയിട്ട് ഡെലിവറി എടുക്കുക. അപ്പം എന്തായാലും എല്ലാ ടീമിനോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ഞാനൊരിക്കലും ഷൂട്ടിംഗ് സ്ഥലത്ത് എൻ്റെ ഷൂട്ട് ഡേയ്സിനല്ലാതെ ഞാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല, പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ. പക്ഷേ വളരെ നല്ല രീതിയിൽ അനാവശ്യമായ ഒരു ചിലവുകളും നടത്താതെ
നല്ല രീതിയിൽ അത് ദിലീഷ് ഭായ് എക്സിക്യൂട്ട് ചെയ്ത്. കാരണം അങ്ങേരും ഇതിന്റെ പ്രൊഡക്ഷൻ പാർട്ടാണല്ലോ. അപ്പൊ ആ ഒരു വേദന ഒരു പ്രൊഡ്യൂസർ അപ്പുറത്തിട്ട് ശരണ്യ ദിലീഷിന്റെ വൈഫ്. അപ്പം എല്ലാം നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു.